അസു ഇജ്ജ് പറ. കഴിക്കണം മുറുമ്പേ. എടാ വിഷ്ണു, നീ കഴിച്ചില്ലേടാ? എന്തു പറ്റി? ഇത്രയും ടൈമായില്ലേ, എന്താ കഴിക്കാത്തെ? രണ്ടാളും ഓരോന്നെടുത്തു. അത് നല്ലതാ കേട്ടോ സ്നേഹ. നൈസായിട്ടങ്ങല്ലേ. സൽമ, എന്ത് മീനായിരുന്നെടി? അസു, നീ പോയാൽ മനസ്സിലാകെ ഒരു വിഷമം. അത് കണ്ടടാ, കുറച്ചു മുമ്പേ കണ്ടത്. അസ്ന, നിനക്ക് ദൈവമായി കാണിച്ചു തന്നതാണ് അവന്റെ മനസ്സിൽ എന്താണ്. എന്നിട്ടും നീ അത് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിൽ അസ്ന, നിന്റെ ഈ ഉറുമ്പേട്ടന് നിന്നോട് വേറെ ഒന്നും ഇല്ല. നിന്റെ ഇഷ്ടം അതാണ് ഹലോ എനിക്കും. അളിയാ, എന്റെ മുത്തേ, നീ കേക്കണ്ടാ? എവിടെ ആയിരുന്നു? ഉണ്ടളിയാ. എഞ്ചിനീയർ വിളിച്ചടാ. എന്തോ അളിയാ? എഞ്ചിനീയർ വിളിച്ചതാ. എഞ്ചിനീയർ വിളിച്ചേ? ഓ, നീ എന്തിനാടാ പ്രത്യേകം പറയുന്നത്? ഞാനിവിടെ പറഞ്ഞു അവൻ എന്തെങ്കിലും അത്യാവശ്യം അർജന്റ് കോളായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കേട്ടില്ലല്ലോ. കേക്കണ്ട ആ, എന്തേലും? ഏഹ്, എന്തേലും നീ കേക്കണ്ടേന്ന് ഞാൻ വാച്ചിങ് കേട്ടില്ല. ആണോ? വാച്ചിങ്ങിലുണ്ടോ? ആ, പക്ഷെ പൊട്ട, ഞാൻ ടുഗദറിലില്ലേ? അല്ല, നീ ഫോൺ മാറ്റി വെച്ചേക്കുമായിരുന്നു അതോ നീ കേട്ടോ? ഇല്ല, ഞാൻ സൗണ്ട് കുറച്ചിട്ട് ഇച്ചിരി കേൾക്കൂല. ആ, അത് നന്നായി. ഇന്നലെ ഞാൻ പറഞ്ഞടാ ഇതേപോലെ. എന്ത്? അല്ല, അവൻ എന്തെങ്കിലും അർജന്റ് കോളായിരിക്കും, അല്ലെങ്കിൽ അവനിങ്ങനെ ഈ അത് ഈ നീ ടൈമിൽ. നീ എനിക്ക് ചാട്ടിക്കുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലല്ലേ, എന്റെ ഞാൻ സ്വഭാവം ഒരിക്കലും. വെച്ചിട്ട്. സൽമ, ആ കിളിമീനായിരുന്നു. കൊള്ളാം. അതിനിപ്പോ എന്താ? ഞാൻ എന്താ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ? എന്തോ അളിയാ? അല്ല, മ്യൂട്ടാക്കാൻ ബോസ്കോ മറന്നു. ആലുവ. നീ എടാ പോടാ പൊട്ട. ക്ലീനാ. നിന്റെ ആര് പറഞ്ഞു മ്യൂട്ടാക്കാൻ മറന്നെന്ന്? മ്യൂട്ടാക്കാൻ മറന്നു നീ. ഓ ഓ, അങ്ങനെ. ഓ, നമ്മള് കേട്ടു. എടാ, അതിനിപ്പോ എന്താ? ഞാൻ എന്താ മോശമായിട്ട് പറഞ്ഞേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഇത് മോശമായിട്ട്? നീ ഉമ്മ വെച്ചേക്കെ ഞങ്ങൾ കേട്ടളിയ. നീ ഉമ്മ കൊടുക്കുന്നതൊക്കെ കേട്ട്. ആരോടാ? ഏഹ് നീ ചോദിച്ചു നോക്ക്, താഴെ ചോദിച്ചു നോക്ക്. എടാ എടാ വിഷ്ണു പറഞ്ഞു കൊടുക്കടാ. അവനവിടെ അതാ അസുവിനെ നീ അതാ നീ വേറെ എന്തെങ്കിലും ചെയ്യാൻ. കുറുമ്പേ, അസുവിനെ അറിയാം, ഞാൻ അസുവിനെ പറ്റിക്കില്ലെന്ന്. എടാ അളിയ വിഷ്ണു, ഞാൻ പറഞ്ഞല്ലോ, അവക്ക് നിന്നെ ഇഷ്ടമെങ്കിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. കാരണം പറഞ്ഞ എന്റെ സാർത്ഥമായ സ്നേഹം ഞാൻ അവൾ അടിച്ചേൽപ്പിക്കില്ല നീ ചെയ്യുന്ന പോലെ. നീ എടുത്തോ, പക്ഷെ അവളെ പൊന്നുപോലെ നോക്കണം. അവളുടെ സന്തോഷമാണ് അവൾ നിന്റെ കൂടെ വരുന്നത്. പക്ഷേ അവളുടെ കണ്ണ് നിറഞ്ഞാ എനിക്ക് സഹിക്കില്ല അളിയ. അവിടെ ഞാൻ ഇവളെന്ത് ആരാണെന്ന് കേട്ട് വെച്ചാൽ കേട്ട് നോക്കൂല. കിട്ടുമെന്ന് പറഞ്ഞു? എന്താ കേട്ടത്? ഞാൻ എന്താ പറഞ്ഞത്? മറ്റേ ഇതിന്റെ അല്ലേ, മെഡിക്കലിന്റെ അല്ലേ പറഞ്ഞു? വേറൊന്നും പറഞ്ഞില്ലല്ലോ. മെഡിക്കലോ? എടാ അത് ഞാനൊന്നും പറയുന്നില്ല. ഏഹ് ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ മെഡിക്കൽ ചെയ്ത് കളയാൻ പോകുന്നു ഒരു പിഞ്ച് ജീവൻ. പോമായിരേ, ജീവിതത്തിൽ കിണ്ണടങ്ങ് കഴിക്കുന്നില്ല എന്ന് കരുതിയതാണ്. മനസ്സിലൊരു ചാഞ്ചാട്ടം. ഹസ്ന, അതല്ല സത്യം. ഇവനൊന്നും പെണ്ണ് കിട്ടാതെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇനിയും കല്യാണം നടക്കത്തില്ല, മൂത്ത് നരച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് നീ ചെന്ന് അവന് പ്രതീക്ഷ കൊടുത്തത്. ഇങ്ങനെ കെട്ടാച്ചരക്കാട്ട് നിൽക്കുന്ന ഒന്നിനെ നിനക്ക് വേണോ? നീ അതന്നെ, ആലോചിക്ക്. അങ്ങനെയുള്ള ഒരുത്തന്റെ പ്രതീക്ഷ കളയുകയും ചെയ്തില്ലേ? പൊടനാറി. അടിപൊളിട്ട് ഓരോന്ന്. ഹസ്ന, ഇങ്ങനെ ഒരു കെട്ടാച്ചരക്കിന് നിനക്ക് വേണം? വിഷ്ണു മുത്തേ, എവിടെയാടാ? എവിടെ സൽമ? ആദ്യം എവിടെ? വിഷ്ണു പറഞ്ഞു. എടി അസ്ന, എനിക്ക് എത്ര ഉണ്ടെന്ന് നീ ഒന്ന് പറഞ്ഞു. എന്റെ സൗണ്ട് കേട്ടിട്ട് നിനക്ക് എത്ര തോന്നുന്നു അതൊന്ന് പറഞ്ഞു. എന്ത്? നിന്നോടല്ല, നീ വല്ല 60 50 ഒക്കെ പറ. നീ മിണ്ടാതിരി അവിടെ. എന്റെ അസ്ന പറയട്ടെ, എനിക്ക് എത്ര വയസ്സ് കാണും അസ്ന? അസു, ഞാൻ അവന് 25.